Hello dears, welcome back to Shiblaskitchen. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പ് ഹോംബേക്കേഴ്സ് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള കുറച്ച് ഹോംബേക്കേഴ്സ് ഒക്കെ ഒന്ന് ഒത്തുകൂടിയിരുന്നു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞങ്ങൾ ഒത്തുകൂടിയിട്ടിരിക്കുന്നതെന്നൊക്കെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ ഈ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. ഞങ്ങളിവിടെ രാവിലെ പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ഒരു 10 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഒരാൾ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. അവന് എന്തോ ഒരു ഭയങ്കരമായിട്ട് ഒരു ഇതിൽ വാശിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ബെൽറ്റൊക്കെ ഞാൻ തന്നെ ഇടാമെന്ന് പറഞ്ഞിട്ട് ബെൽറ്റൊക്കെ ഒരു ഹുക്കിലോട്ട് ഇട്ടിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി വിട്ടിട്ടുണ്ട് ഇവിടുന്ന്. ഞാനും അതുപോലെ തന്നെ എൻ്റെ 3 മക്കളും ഹസ്ബൻഡും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് ഞങ്ങളെ വീടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. അപ്പോൾ കുറച്ച് ടൗണിലോട്ട് ഞങ്ങൾ എത്താറായി. ഇതിപ്പോൾ എൻ്റെ വീടിൽ നിന്ന് കുറച്ച് ദൂരെ തന്നെ ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ടൗൺ ഭാഗത്താണ്. എൻ്റെ വീട് എന്ന് പറയുന്നത് ഉൾഭാഗത്തായിട്ടാണ്. അപ്പം മഞ്ചേശ്വരം ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഞങ്ങളെപ്പോഴും പോകുന്ന ടൗൺ തന്നെയാണ്. പക്ഷേ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട്. അപ്പോൾ അത് എനിക്ക് കറക്റ്റായിട്ട് റൂട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിൾ ലൊക്കേഷൻ മാപ്പൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അത് ലൊക്കേഷൻ ഓണാക്കിയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ വെറുതെ ലൊക്കേഷൻ ഓൺ ചെയ്തതേ ഉള്ളൂ, ഇനിയിപ്പോൾ തെറ്റിപ്പോവണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരം cqke എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറാണ് കേട്ടോ. സുമയ്യ എന്നാണ് ഇവളുടെ പേര്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 20-22 പേരുണ്ടായിരുന്നു. അപ്പം ഞാനെന്തായാലും വീടിനുള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോകുമ്പോഴത്തേക്കും. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേര് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാനും ഒരാൾ ഒരുമിച്ചിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു, ആശ്വാസ് ബേക്ക് എന്ന് പറഞ്ഞിട്ട്. അവൾ കൊണ്ടുവന്ന കേക്ക് കുറച്ചൊന്ന് തെന്നിപ്പോയി. കൊണ്ടുവരുമ്പോൾ ഒരു ബാഗിൻ്റെ ഡിസൈനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കേക്കായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ജസ്റ്റ് ഇങ്ങനെ തെന്നിപ്പോയിട്ട് മറിഞ്ഞുപോയി. അതിനെ ശരിയാക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ. ഞാൻ വനില വെൽവെറ്റ് കേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഗെറ്റ് ടുഗദറിൻ്റെ തലേ ദിവസം 5 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, വലുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാതെ. അപ്പോൾ കുറച്ച് പേര് കേക്ക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കേക്കല്ല കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേക്കൊക്കെ നമ്മളൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നില്ല, കാരണം എല്ലാവരും എത്തിയിട്ടില്ലല്ലോ. ഇത് ഈ വീട്ടിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നിറയെ പ്ലാന്റ്സ് ആണ്. വീട് ഫുള്ള്, വീടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ വന്നവർക്ക് ഇവർ കുറച്ച് നേരത്തെ എത്തിയവരൊക്കെ കൂടിയിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ ഹോർലിക്സും ആണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ സൂപ്പ് ഞാൻ കുടിക്കാറില്ല, ഞാൻ ഹോർലിക്സ് കുടിച്ചു എന്തായാലും. പിന്നെ നമുക്ക് മുകളിലോട്ട് പോവാം. ഈ ഒരു cqke എന്ന് പറഞ്ഞിട്ടുള്ള ഇവളുടെ ബേക്കിങ്ങിൻ്റെ സ്ഥലമൊക്കെ വീടിന് മുകളിലാണ് ഇവൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, കിച്ചണിലല്ല. ഞങ്ങളൊക്കെ കിച്ചണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്ക് ബാൽക്കണിയിൽ കുറച്ച് സൗകര്യം ഉള്ളതുകൊണ്ട് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് വേറെ തന്നെ പ്ലേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് വീടിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതാണ് ബാൽക്കണി. ഇവിടെ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഒരു സെറ്റപ്പിലാണ് ഇവൾ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ബേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഫ്രിഡ്ജൊക്കെ വേറെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ഫുള്ള് ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് മാത്രമാണ്. ഇതിൽ വീട്ടിലേക്കുള്ള ഐറ്റംസ് ഒന്നുമില്ല, ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് മാത്രമാണ് ഉള്ളത്. നട്ട്സും കളേഴ്സും കാര്യങ്ങളും ഒക്കെ, എസെൻസൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിനുള്ള ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും സ്ഥലമൊന്നും തികയാറില്ല, കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇതാ കണ്ടില്ലേ, ഗ്ലാസ് ആണ് കേട്ടോ ഇവിടെ സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പകൽ ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ലൊരു രസമാണ്, നല്ലൊരു എൻജോയ് ചെയ്തിട്ട് കേക്കൊക്കെ ചെയ്യാൻ പറ്റും. നല്ല വിശാലമായിട്ടുള്ള പ്ലേസും കൂടിയാണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഓവനും പിന്നെ സ്റ്റൗ ടോപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴോട്ട് പോവേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ ഇപ്പുറം ഒരു സൈഡിലായിട്ട് 2 ഷെൽഫ് വെച്ചിട്ടുണ്ട്. അതിൽ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും, എല്ലാ ടൂൾസും, കപ്സും, പിന്നെ അതുപോലെ തന്നെ ബോർഡ്, ബോക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
മുകളിൽ അവൾക്ക് എന്തോ ഒരു കോമ്പറ്റീഷന് കിട്ടിയ പ്രൈസാണ് കേട്ടോ. അതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റൗ ടോപ്പും ഓവനും പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡ് മിക്സറും ഒക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ ഒരു ഷെൽഫും കൂടി വെച്ചിട്ടുണ്ട്. താഴെ എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കാമല്ലോ. നമുക്ക് പഞ്ചസാര, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം. നമ്മുടെ കിച്ചൺ അലമ്പാവേ ഇല്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് അലമ്പാവുന്നുണ്ട് കിച്ചണൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. പിന്നെ ഇത് ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേക്ക് ഓർഡേഴ്സ് ആണ് കേട്ടോ. കേക്ക് ഓർഡേഴ്സ് എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം എഴുതാറില്ല എന്നാ പറഞ്ഞത്. ആദ്യമൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അത് അവൾ എടുത്തിട്ടില്ല. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ യൂട്യൂബറായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് താഴെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു യൂട്യൂബറും കൂടി വരാനിരുന്നതായിരുന്നു കേട്ടോ. തപസ്സും കിച്ചണിൽ നമ്മുടെ തസ്രിത്ത വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ബാംഗ്ലൂരിലായിപ്പോയി. നാട്ടിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വലിയൊരു മെയിനായിട്ടുള്ളൊരു ഗസ്റ്റ് എന്ന് തന്നെ പറയാം, അവരെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം അറിയുന്നുണ്ടാവും, സെമീസ് കിച്ചൺ ചാനലൊക്കെ ഉണ്ട് ആൾക്ക്. ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ ചാനലാണ്. പക്ഷേ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറാണ് കേട്ടോ. കാസർഗോഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറാണ് സെമീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ബേക്കർ മാത്രമല്ല, കാറ്ററിംഗും കൂടി പുള്ളിക്കാർ ചെയ്യുന്നുണ്ട്. അവളും സെമീസ് കിച്ചൺ മാത്രമല്ല കേട്ടോ, പിന്നെ 2-3 ബേക്കേഴ്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ ഞങ്ങൾ ചെറിയൊരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞാനല്ല, ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ടാണ്. അപ്പം ഞങ്ങളവിടെ ചെറിയൊരു പണി കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നിന്നിരിക്കുകയാണ്. വലുതായിട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇതുപോലെ അവരിങ്ങനെ ഒരു സെലിബ്രിറ്റി പോലെ ഞങ്ങൾ അങ്ങനെ ഒരു ഇതാക്കിയിട്ട് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു പണി കൊടുത്തതാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞത് ഷെമീസ് കിച്ചൺ അല്ല കേട്ടോ, സെമീസ് കിച്ചൺ ആണ്. നമ്മുടെ മറ്റേ ഷെമീസ് കിരിക്കുടുക്ക ഷെമീസ് അല്ല കേട്ടോ പറഞ്ഞത്. ഇനി അതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേക്കൊക്കെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വേറെ കുറച്ച് ബേക്കേഴ്സും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെട്ടൻകുഴി, കാഞ്ഞങ്ങാട് ആ ഭാഗത്തുനിന്നൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം മഞ്ചേശ്വരത്തിലോട്ട് ഈ കാഞ്ഞങ്ങാട് നിന്നൊക്കെ കുറച്ച് കിലോമീറ്റേഴ്സ് തന്നെയുണ്ട്, കുറച്ച് ദൂരത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഈ ഒരു കോവിഡ് കാലത്ത് ഗെറ്റുഗദർ വെച്ചത് അതിനെക്കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും സേഫ് സോണിൽ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങളിത് കൂടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ പേടിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു ഇത് വെച്ചിട്ട്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടും ഇല്ല. അപ്പോൾ കിച്ചണിൽ കുറേ പേര് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്ത് കളിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്തോട്ട് വന്നു. കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു കൊറോണ എല്ലാവരും ഈ ഇതിൽ കൂടിയിട്ടുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എന്നെ പോലെ തന്നെയാണ്. ഈ ഒരു കൊറോണ എന്ന് പറഞ്ഞിട്ട് ഒരു 6 മന്ത് 7 മന്തായി വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു, എവിടെയും പുറത്തു പോകാണ്ട്. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും പുറത്തു പോകുന്നുണ്ടായിരുന്നില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ആയിരുന്നു പതിവ്. പിന്നെ ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉച്ചക്കത്തേക്ക് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ടായിരുന്നു കൗസിത്ത എന്ന് പറഞ്ഞിട്ട്, അവർ കുറേ സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മുക്കാൽ ഭാഗം സ്നാക്സും കൗസിത്ത കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഓരോ സ്നാക്സും എടുത്ത് പറയേണ്ടതാണ്, എല്ലാം കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ സെമീസ് കിച്ചൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേക്ക് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കേക്കൊക്കെ ലാസ്റ്റാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും ഫുഡ് കൊണ്ടുവന്നെങ്കിലും കഴിച്ചിട്ടും ഞങ്ങൾ തന്നെ തീർക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാട്ടായിട്ട് ഇങ്ങനെ കുറച്ച് സെക്ഷനായിട്ടൊക്കെ എല്ലാം കൂടിയിട്ട് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഈ വീടിൻ്റെ ഓണർ ചെയ്ത കേക്കാണ്. കേക്കൊക്കെ ലോക്ക് ചെയ്ത കേക്കാണ്. ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിൽ വരുന്നതാണ്.
പിന്നെ കുറച്ച് പേര് പുഡിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വെറൈറ്റി പുഡിങ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അഫ്ലാത്തൂനാണ്. അപ്പോൾ ഇതാരാ കൊണ്ടുവന്നെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പുഡിങ്സ്, കുറേ ടൈപ്പിലുള്ള പുഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പുഡിങ്സിനോടുള്ള അറ്റാക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട്. അറ്റാക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. ശരിക്കും ഓരോ പുഡിങ്സ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും എല്ലാവരും അതിലോട്ട് ഇങ്ങനെ വീഴുമായിരുന്നു. കാരണം എല്ലാവരുടെയും ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പുഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ ചോക്ലേറ്റ് ഡിലൈറ്റ് പുഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്ക് ഹൗസ് മാംഗ്ലൂർ എന്നാണ് അവരുടെ ബേക്സിൻ്റെ പേര്. അപ്പോൾ ആ ഒരു പുഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ പുഡിങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മന്തി വന്നു. ഓർഡർ ചെയ്ത മന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഇത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചിട്ട് ശരിക്കും കഴിക്കാനൊന്നും പറ്റിയില്ല. കാരണം പുഡിങ്സും അതൊക്കെ സ്വീറ്റ്സൊക്കെ സ്നാക്സൊക്കെ തിന്നിട്ട് വയറ് ഫുള്ളായിരുന്നു. പിന്നെ വെറുതെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കാനുള്ള കറികളുണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ ചിക്കൻ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഫ് കറി ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിവാളെന്ന് പറയും. പുളിവാളം കാസർഗോഡ് കണ്ണൂർ സ്പെഷ്യലാണത്. അപ്പോൾ അത് ഒരാൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മമ്മാസ് ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേക്സിൻ്റെ നൂറ എന്ന് പറയുന്ന ആളാണ് ഈ പുളിവാളം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി മന്തിയും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഉപ്പളയിൽ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ അവിടുത്തത്. അവിടെ നിന്നാണ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഫാം മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ് ചെയ്യാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ചെറിയ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്കൊന്നും എന്നെ അവർ കൂട്ടിയില്ല. കാരണം എൻ്റെ മോന് നല്ലോണം കരയുന്നുണ്ടായിരുന്നു, കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ കൂടിയിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അതുപോലെ തന്നെ ഉള്ളൊക്കെ ഒന്ന് ക്ലീനൊക്കെ ചെയ്തു, അടിച്ചു വാരി പിന്നെ തുടച്ചെടുത്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് മാത്രം അത് വിട്ട് വരാൻ പറ്റില്ലല്ലോ, എല്ലാം കൂടി ക്ലീൻ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ അതെല്ലാവരും കൂടിയിട്ട് ക്ലീനൊക്കെ ചെയ്തു. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് സംസാരിച്ചിട്ടിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ഇതാണ് കേട്ടോ കിച്ചണ്. ഇപ്പോൾ കിച്ചണിലൊരു ഫ്രിഡ്ജ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു മെയിൻ പരിപാടി നടക്കുകയാണ് കേട്ടോ വൈകുന്നേരം. അതെന്താണെന്ന് വെച്ചാൽ ബേക്കേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ചിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഭാഷയിൽ കുറി എന്ന് പറയും, അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇതിലുള്ള മുക്കാൽ ഭാഗം, ഈ ഒരു ചിട്ടിയിലുള്ള മുക്കാൽ ഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രസൻസിൽ നറുക്കെടുക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ നറുക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നറുക്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെയൊക്കെ വീഴുന്നവരുടെയൊക്കെ ആഹ്ലാദ പ്രകടനമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ഫർഹാന അപ്പോൾ രണ്ടാമതോ മൂന്നാമതോ എന്താണ്ട് നമ്മുടെ ഷായിസ് ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാണ് വീണിട്ടുണ്ടായിരുന്നത്. അവളുടെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങളിവിടെ കണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഇവളുടെ പ്ലാന്റിംഗ് ഒക്കെ കാണാം കേട്ടോ. ഈ ഒരു വീട്ടിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിങ്സ് ഒക്കെ കുറച്ച് കാണാം.
ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു, നിനക്ക് ഏത് കേക്കാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് അത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കേക്കാണ്. അപ്പോൾ അതാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കേക്ക് ആദ്യം കട്ട് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി കേക്ക്സൊക്കെ നമ്മൾ കേക്ക് ഒരു കഷ്ണം തിന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ നമ്മുടെ ഒരു വയറ് ഫുള്ളാവുമല്ലോ. അപ്പോൾ സ്വീറ്റ് അല്ലേ, അത് കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കേക്ക് ശരിക്കും എല്ലാവരും നന്നായിട്ട് ടേസ്റ്റ് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. ബാക്കി കേക്ക്സൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു കേട്ടോ. എല്ലാ കേക്കും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. ഒരു ബേക്കേഴ്സിന് പോലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഒരു കേക്കിന് പോലും. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളും നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഇനി അടുത്ത കേക്ക് കട്ട് ചെയ്യുന്നത് എൻ്റെ മോള് ഷിബ്ലയാണ്. അപ്പോൾ അവൾക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെമീസ് കിച്ചൻ്റെ കേക്കാണ് കേട്ടോ. അപ്പോൾ സെമീസ് കിച്ചൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. അതും ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് എന്താണെന്ന് വെച്ചാൽ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവരും കൂടിയിട്ട് നോക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഒരു ആക്രാന്തം പിടിച്ചിട്ട് കഴിക്കുന്ന മട്ടിലാണ് ഈ ഒരു കേക്കിലോട്ട് എല്ലാവരും കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു ഇത് ആഷൂസ് ബേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു. ടോഫി ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഹൗസ് ഓണർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേക്കാണ് ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണല്ലോ. അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചിട്ട് മടുത്തിരിക്കുകയായിരുന്നു എല്ലാവരും. അപ്പോഴേക്കും ഒരു സർപ്രൈസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൗസ് ഓണർ. കേക്ക് ക്ലോക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മൊമെൻറ്റം അവളുടെ വക റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഹോംബേക്കേഴ്സ് ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു മെമ്മറിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം അവളുടെ കൈ കൊണ്ട് തന്നെ എല്ലാ ബേക്കേഴ്സിനും അവൾ തന്നെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലാസ്റ്റ് ഇതെന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു മൊമെൻറ്റും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് പോലും ഞങ്ങൾക്ക് ഇറങ്ങാൻ മടിയായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയത് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല, അത്രക്കും രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6-6:30 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയല്ല, അവിടുന്ന് നൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല മമ്മാസ് ബേക്ക് അവളുടെ കൂടെയാണ്. അവൾ എന്നെ വീട് വരെ കൊണ്ടുവന്നിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയോ വീഡിയോ വ്ലോഗോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.